ZTE എന്ന ബ്രാൻഡിന്റെ ZTE വോയിസ് 3D എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. 3D സപ്പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ZTE വോയിസ് 3D എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.58 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനൽ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൽ 3D ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് നമുക്ക് ഗ്ലാസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ 3Dയിൽ കണ്ടൻസ് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് 2D കണ്ടൻസ് 3Dയിലോട്ട് കൺവേർട്ട് ഒക്കെ ചെയ്യുന്നതായിരിക്കും. 60 ഡിഗ്രിയോളം ഫീൽഡ് ഓഫ് വ്യൂ ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗ്ലാസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് 3D കാണാം. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ, പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടില്ല. ഇപ്പം ഡിസ്പ്ലേക്കാണ് ഇതിൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം പഞ്ചോൾ ഡിസൈൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രത്യേകിച്ച് 17,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചൊക്കെ കൊടുത്തിട്ടുള്ളൂ, പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എടുത്തു വരേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ 3D ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഫീച്ചറാണ് ഇതിൽ വരുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 190 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.5 mm ആണ്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T760 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാം, അത്രേ ഉള്ളൂ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 6GB റാമും 128GB ഇന്റേണലുമാണ് കൊടുത്തിരിക്കുന്നത്. LPDDR4Xന്റെ റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ eMMC സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ UFS സ്റ്റോറേജ് ടൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. പിന്നെ Android 13 ബേസ് ആയിട്ടുള്ള MyOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ടൈമിലൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു ഫോണിൽ Android 14 സോഫ്റ്റ്വെയർ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 5 മെഗാ പിക്സൽ ഒരു സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ടിലും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4500 mAh ബാറ്ററി വരുന്നുള്ളൂ. ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറവാണ്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാനേ പറ്റുള്ളൂ, അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ശരിക്കും ഈ ഫോണിന്റെ പേര് വരുന്നത് ZTE Yuanhang 3D എന്നൊക്കെയാണ്. പക്ഷേ ZTE വോയിസ് 3D എന്ന പേരിലും ഈ ഒരു ഫോൺ അറിയപ്പെടുന്നുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ അതിനുള്ള ചാൻസ് കുറവാണ്. ZTE അധിക ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറില്ല. അവരുടെ ഗെയിമിംഗ് ഫോണുകൾ ലോഞ്ച് ചെയ്യാറുണ്ട്, ന്യൂബിയ സീരീസിൽ വരുന്ന ഫോണുകൾ. പക്ഷേ വേറെ ഫോണുകൾ അധികം ലോഞ്ച് ചെയ്യാറില്ല. ചിലപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ ചൈനീസ് മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 1499 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബാക്കി ഫീച്ചേഴ്സ് അത്ര മികച്ച ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ 3D ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ZTEയുടെ വോയിസ് 3D എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.